എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൈറോയിഡ് രോഗത്തിനെ കുറിച്ച് നോക്കാം. ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതായിട്ടുണ്ട് ഇപ്പോൾ തൈറോയിഡ് എന്ന പ്രശ്നം. ഒട്ടുമിക്ക സ്ത്രീകളും ഇതിന്റെ പേരിൽ ഗുളിക ജീവിതാവസാനം വരെ കുടിക്കേണ്ട ഒരു കാലഘട്ടമായി മാറുന്നുണ്ട്. വളരെ ചെറിയൊരു ഗുളികയാണ്, പക്ഷെങ്കിൽ അതുകൊണ്ട് തന്നെ ആർക്കും അത്ര ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ജീവിതാവസാനം വരെ തൈറോയിഡിന്റെ ഗുളിക കുടിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. അപ്പോൾ തൈറോയിഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് തൈറോയിഡ്? നമുക്ക് തൈറോയിഡ് വരുമ്പോഴത്തേക്ക് വെറുതെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൽ തൈറോയിഡിന്റെ പ്രോബ്ലം കാണുകയും പിന്നീട് നമ്മൾ ജീവിതാവസാനം വരെ ആ ഗുളിക കുടിക്കുകയും ചെയ്യുകയാണ് പതിവ്. തൈറോയിഡിന്റെ മെയിൻ പ്രശ്നങ്ങളാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാവും, പൊണ്ണത്തടി ഉണ്ടാവും, അതുപോലെ ചില ആൾക്ക് ശരീരം വലിച്ചിലായിരിക്കും, ചില ആൾക്ക് വിഷാദം ഭാവം ആയിരിക്കും, ചില ആൾക്ക് ക്ഷീണം കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും തൈറോയിഡ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റുക. ശരീരത്തിലെ അപചയ പ്രവർത്തനങ്ങൾ, ദഹന പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾക്ക് വളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ, അതുപോലെ ശരീരത്തിന്റെ താപനിലയെ സ്വാധീനിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല സ്വാധീനം ചെലുത്തുന്നതാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ചിത്രശലഭത്തിന്റെ രൂപം, ആ ഒരു രൂപത്തോടുള്ളതാണ് തൈറോയിഡ് ഗ്രന്ഥി. അത് ചിലയാൾക്ക് വീർത്ത അവസ്ഥയിലേക്ക് വരാറുണ്ട്. അതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി തൈറോയിഡ് കൂടിയ അളവിലാണെങ്കിൽ അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയാറുണ്ട്. ഇനി ഈ ഗ്രന്ഥി അമിതമായി ഉത്തേജിപ്പിക്കുന്ന അവസ്ഥയാണ് ഗ്രേവിസ് എന്ന രോഗമായിട്ട് മാറുന്നത്. ഇനി തൈറോയിഡ് കൂടിയ അവസ്ഥയിൽ അത് ക്യാൻസറിന്റെ രൂപമായിട്ട് മാറാറുണ്ട്. അവിടെ ക്യാൻസർ പോലുള്ള അവസ്ഥകളിലേക്ക് പോകാറുണ്ട്. മെയ് 25 തൈറോയിഡ് ദിവസമായിട്ട് കൊണ്ടാടുന്നത്. ശരിക്കും ഇതിന്റെ ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് ഓരോ ദിനം ഓരോ അസുഖത്തിന് ആചരിക്കുന്നത്. എപ്പോഴും പറയും അയഡിന്റെ അഭാവം കൊണ്ടാണ് തൈറോയിഡിന്റെ പ്രശ്നമെന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്ത് മാർക്കറ്റിൽ മുഴുവൻ കിട്ടുന്ന എല്ലാ ഉപ്പുകളിലും അയഡിന്റെ അംശം കൂട്ടി. ഇങ്ങനെ അയഡിന്റെ ഉപയോഗം കൂടിയ അളവിലായിട്ടും ഇന്നും തൈറോയിഡിന്റെ പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് മിക്കവരും. ഇതിനൊരു സൊല്യൂഷൻ എവിടെയും കണ്ടെത്തിയിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് അയഡിൻ കിട്ടുന്നത് ഉപ്പിൽ നിന്ന് മാത്രമല്ല. നിങ്ങൾ കടലിന്റെ തീരദേശത്ത് താമസിക്കുന്നവരുടെങ്കിൽ ആ മത്സ്യത്തിലൊക്കെ ഒരുപാട് അയഡിൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ അയഡൈസ്ഡ് ഉപ്പും കൂടി ചേർക്കുമ്പോൾ അത് കൂടിയ അളവിൽ നിങ്ങൾക്ക് അത് ശരീരത്തിനെ ബാധിക്കുക, അതൊരു ഹൈപ്പർ തൈറോയിഡിസം ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. മിക്കവരുടെയും ധാരണ അമിതവണ്ണം വെക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾ തടിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല തടിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം താറുമാറാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ അമിതമായി വണ്ണം വെക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കണികകൾ കോശങ്ങൾക്ക് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉപയോഗിക്കുന്നതിൽ താളപ്പിഴവ് വരികയും ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അമിതമായ തടി ഉണ്ടാകുമ്പോഴത്തേക്ക് തൈറോയിഡിന്റെ ഗ്രന്ഥിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ തടിക്കുന്നതെന്ന് മിക്കവരും പറയുന്നത് കേൾക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡിന്റെ ഗുളികകൾ കുടിക്കും തടി കുറയാണെന്ന് വെച്ച്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ തടി കുറയുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ഉപ്പിന്റെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുകയാണ് വേണ്ടത്. അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെയും നിങ്ങളുടെ ശരീരത്തിൽ അയഡിൻ കൂടി തൈറോയിഡിന്റെ പ്രവർത്തനം താളം തെറ്റുകയാണ് ചെയ്യുന്നത്. ചില ആൾ തൈറോയിഡ് ആണെന്ന് പറഞ്ഞിട്ട് പല ഭക്ഷണവും കഴിക്കാണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് അക്യുപഞ്ചർ ചികിത്സയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം. നിങ്ങൾ പേടിച്ചുകൊണ്ട് പല ഭക്ഷണവും കഴിക്കാണ്ടിരിക്കുന്നുണ്ട് തൈറോയിഡ് കൂടും എന്നുള്ളത്. ഇവിടെ നമ്മൾ പറയുന്ന 4G എന്നുള്ള 4 ഗോൾഡൻ റൂൾസ് പറയുന്നുണ്ട്. വിശക്കുമ്പോൾ മാത്രം നിങ്ങൾ ആഹരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉപ്പ് നമ്മൾ 3 നേരം 4 നേരം 5 നേരം ഒക്കെ ആഹാരം കഴിക്കുമ്പോൾ ഉപ്പിന്റെ അമിതമായിട്ടുള്ള അളവ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും അത് അയഡിൻ കൂട്ടുകയും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മരുന്നൊക്കെ നിർത്തി ചികിത്സിക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും
അക്യൂപഞ്ചറിൽ വന്ന് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വിശന്നിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് തടി അവിടെ കുറയാൻ വേണ്ടി തുടങ്ങും. എത്ര നീരുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പോയി കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ പച്ചവെള്ളം കുടിക്കുക. രാത്രി 9 മണിക്ക് തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ഷീണം മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അയഡിൻ്റെ ഉപയോഗം തന്നെ നിങ്ങൾക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഇംബാലൻസിന് കാരണമാകാറുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അക്യുപഞ്ചർ ചികിത്സയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയാസം മാറിക്കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.